1200, 1500, 2000, 2500, 5000, ഇനി പല രീതിയിലും സാലറി കിട്ടുന്ന പ്രവാസികളുണ്ട്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ ചെറിയ സാലറിയിൽ നിന്ന് തന്നെയാണ് ആൾക്കാർ വളർന്ന് വലിയ ബിസിനസ്സുകാരും അല്ലെങ്കിൽ വലിയ മാനേജേഴ്സ് പോസ്റ്റിൽ ഉള്ളവരും ആയിത്തീരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട് നമ്മൾ വിജയത്തിലേക്ക് എത്തും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ മാസം കിട്ടുന്ന സാലറി കൊണ്ട് നിങ്ങൾ ശരിക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ശരിക്ക് ഫ്രൂട്ട്സ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് എല്ലാം ലഭിക്കുന്ന രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ടോ? ഈ ഗൾഫ് നാടുകളിൽ എല്ലാ തരത്തിലുമുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ നമ്മൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും കിട്ടുന്ന ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. എന്നിട്ടും നമ്മൾ എന്തേ ഒരു റൊട്ടിയിലും ഒരു കുബൂസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കറിയിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഒതുക്കുന്നത്? അങ്ങനെ എത്രയോ മലയാളികളുണ്ട് കൊല്ലങ്ങളോളം ജീവിച്ച് ശരിക്ക് ഫുഡ് കഴിക്കാതെ ഷുഗറും പ്രഷറും വരുത്തി ആരോഗ്യം നശിപ്പിച്ച് ജീവിക്കുന്ന പ്രവാസികൾ, സാലറിയുള്ള പ്രവാസികൾ തന്നെ എൻ്റെ അറിവിലുണ്ട്. ഒരു പ്രവാസിയെ കുറിച്ച് ഞാൻ പറയാം. ഒരുപാടുണ്ട്. അതിലത്തെ ഒരു കഥ. ഒരു പ്രവാസിക്ക് ഗ്രോസറികൾ 5 or 6 ഗ്രോസറികൾ, ഒരു ടൈപ്പിംഗ് സെന്റർ, അങ്ങനെ എല്ലാം ഉണ്ട്. ഈ മനുഷ്യൻ എല്ലാ ദിവസവും ഈ ഗ്രോസറിയിൽ വന്നുകൊണ്ട് ഒരു കുബൂസും ഒരു സുലൈമാനിയും അല്ലെങ്കിൽ ഒരു ചീസും എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. അവിടെ നിൽക്കുന്ന ഒരാളോട് ഞാൻ പിന്നീട് ചോദിച്ചു, ഇത് ആരാണ് എന്ന്. അപ്പോൾ പറയുകയാണ് ആ കഥ. അയാൾ മുതലാളിയാണ്, അയാളുടെ ജീവിത രീതി അങ്ങനെയാണ്. അങ്ങനെയുള്ള പ്രവാസികളുമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ, ഈ ആളുടെ ബക്കാല തന്നെയാണ് അത്, അവിടെയുള്ള ഒരു മനുഷ്യൻ, എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് പറയുകയാണ്, ആ മനുഷ്യൻ മരണപ്പെട്ടു,